ഹരി ഓം. ഇന്ന് കർക്കിടകം 29. എല്ലാവർക്കും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതീ വാസുദേവായ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. എല്ലാവർക്കും നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഉഗ്രസിംഹായ നമഃ. ഓം അഘോരായ നമഃ. ഓം രൗദ്രായ നമഃ. ഓം ചണ്ഡവിക്രമായ നമഃ. ഓം പ്രഹ്ലാദപാലകായ നമഃ. ഓം ജയവർദ്ധനായ നമഃ. ഓം ഉഗ്രലോചനായ നമഃ. ഓം മഹാസിംഹായ നമഃ. ഓം മഹാഭദ്രായ നമഃ. ഓം സർവീശ്വരായ നമഃ. ഓം നാരായണായ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരകം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിൽ നയിച്ചിടിനാൻ. സുഗ്രീവനഗ്രജനെ കൊന്ന നേമത്യഗ്രൻ നികുംബൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജീതേ സിംഹനാദം ചെയ്തെടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു പാദാത്മജനഗ്രേ ചെറുത്താൻ നികുംബനെ തക്ഷണേ മാരുതി മാറിലടിച്ചാൻ. നികുംബനും പാരിൽ നുറുങ്ങി വീണൂതൽ പരികവും ഉത്തമാംഗത്തെ പരിച്ചെറിഞ്ഞാൻ. അതിക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവരരും. ലങ്കയിൽ പുക്കടച്ചാരവം ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാരികൾ മരിച്ചോര് ദന്തം കേട്ട് ജംഭാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൽ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ. ദശാനന് ചെന്ന് നീ രാമാദികളെ ജയിച്ചിങ്ങ് വന്നിടു എന്ന നേരം മകരാക്ഷനും തന്നോട് സൈന്യസമേതം പുറപ്പെട്ടു. സന്നാഹമോടെടുത്ത് രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വഹ്നീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം ധരിക്കുന്ന രാമാന്തികയെ നിന്ന് പറഞ്ഞത് കേട്ടളവ്. രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വിലാടികളിൽ മുൻപുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞ ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊപ്പം എയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കപിലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുത് നിൽക്കുന്നേരം ഒന്ന് തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപാണി തന്നീലിരുന്നോരു
ശാപവും തീരും പൊടിപെടുത്താനീ ദുരാഘവൻ സാരഥി തന്നെയും കൊന്നാനത് നേരം വാരിലാമാർ ചാടി ശൂലവും കൊണ്ട് വാരമെടുത്തു മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു ദേവകൾക്ക് ആപത്തുമുട്ടു തീർത്തിയിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരും പുരുതാശ പുറത്താക്കി രാവണനോടറിയിച്ചാനത് കേട്ടു. ദേവകുലാന്തകനാകിയ രാവണൻ ഈ 7 ലോകം നടുങ്ങുമ്പടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടപ്പോൾ അത് കണ്ട് മേഘനീനാഥനും തൽപ്പാതയും പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയന്നരികളെ നിഗ്രഹിച്ച് ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപുരം ഉക്കിരുന്ന് അരുളിയിടുക. സന്താപമുണ്ടാകരുത്. ഇത് കാരണം യുദ്ധം പറഞ്ഞ പിതാവിനെ വന്ദിച്ചു വൃത്താരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോട് യുദ്ധമുണർത്തിച്ചരുളീനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും വസ്ത്രങ്ങളെയുടനന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കേണം. ഇങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്ന് വീഴുന്നവരോടും പൈതാമാഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലായിലേവനും ഞാൻ ഇവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതയിൽ നീ കണ്ടു നിന്നീടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ. സന്നദ്ധനായത് കണ്ടോരു രാവണി ദക്ഷിണയെ ചിന്തിച്ച് കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിലുമായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതിതാനും പരവശനായിതു. വാനര വീരരെല്ലാവരും കാണവേ ജാനകി ദേവി വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമരാമേ ദിവാ വിട്ടു മയ്യൽ മിഴിയാൾ മുറവിളച്ചിടിനാൾ. ചോരയും ഭാര്യ പരന്നിതത് കണ്ട് മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ പരമെന്തുള്ളതീശ്വര നാം ഇനി വാങ്ങുക സീതാവധം മമ. സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു. ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതു? പോരിൽ പുറംതിരഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങ് ചെന്നീടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ ദമാകർണ വിധിസുതനും കവിസത്തമന്മാരുമായി ചെന്നൊരു കഥരം എന്തുകൊണ്ടിങ്ങ് വാങ്ങിപ്പോന്നിതു ഭവാൻ? ബന്ധമെന്തങ്ങോട്ട് തന്നെ നടക്കനീ എന്ന നേരം മനാരദാത്മജൻ ചൊല്ലിനാൻ. ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെഞ്ചകൽ സ്വാമിയോടുണർത്തിക്കണം. പൂരിക നീയും ഇങ്ങോട്ട് നീ എന്നുടൻ മാരുതി ചെന്നത് കേട്ടവർ താലുമായി ചെന്നു തൊഴുതുണർത്തിച്ചു. മൈതിരി തന്നെ നാശവൃത്താന്തമപ്പേരുമീ ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ. സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്ത് ചേർത്തിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനീ ചേർത്താനത് കണ്ടു. നിസ്സഞ്ചരായരൊക്കെ നിന്ന് കവികളും ദുഃഖം കടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായിതൻ ആത്മനീ ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതരീശ്വാത്മജൻ ചെന്ന വൃത്താന്തങ്ങൾ
കയ്യിണ കൊട്ടി ചിരിച്ച് വിഭീഷണനയ്യേ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രേ തിങ്കലാരുമുണ്ടായി വരാം. മായാ നിഗുണനാം മേഘിനീനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചത് എന്തിനാശുകൾ മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശധികം വിലയിച്ചെന്ന് കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടോ കണ്ടോ ഒരു ഉപായമത്യത്ഭുതം ചെന്നിനീ ഹോമം മുടക്കേണമല്ലായിൽ എന്നും അവനെ വധിക്കാരുതാർക്കുമേ. രാഘവ സ്വാമി ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കഥയാനിധേ ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരുമായിട്ട് പോകണം. ഓർത്തകാലം കളഞ്ഞിടരുതേതുമേ യാത്രയ്ക്കണമെന്ന് വിഭീഷണൻ ചെന്നത് കേട്ടുള്ള ആലസ്യവും തീർന്നു. മന്നവൻ പോവാനണിച്ചു നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നത് ശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരിക്കുന്ന അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരണം നടന്നാര നേരം മൈന്ദൻ വിവിന്ദൻ സുഷേണൻ നളൻ നീലനീന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനിതനും വീരൻ പ്രമാധി ശതബലി ജാംഭവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രംഗവേൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുമ്പിൽ നടന്ന് വിഭീഷണൻ താനുമായി ചെന്ന് നികുമ്പില പൊക്ക് നിറഞ്ഞിതു. നക്തഞ്ചരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ. രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടല്ലാവരുമായി എടുത്ത് കവികളും ഏറ്റുമേറും കൊണ്ട് വീണ് തുടങ്ങിനാൻ. ആറ്റമില്ലാതെ ഓരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റാലരേ ചറ്റകറ്റി ഒഴിയെന്ന് കൽപ്പിച്ച് രാവണിവില്ലും ശരങ്ങളും കൽപ്പോടെടുത്ത് പോരിനെടുത്തിയിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബാലിയാൽ തറമേലേറി നിന്നു ദശാനനപുത്രൻ വന്നേരം കണ്ട് വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർത്ത് പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില്ല ഹോമവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാതണം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമെടുത്ത് ഇവനിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്തിന്ദ്രജിത്തും അത്യന്തമസ്ത്രങ്ങളെ തീടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്ത് മാമരൾ സുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു ദർശനം ചെന്നാൻ. ദശാനനപുത്രനും രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനിലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നത് ഓർത്തിയിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടോളും ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയ വേല ചെയ്യുന്നതും അത്ഭുതം എന്നത് കേട്ട് വിഭീഷണം ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിന് നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനെന്ന് ഞാൻ അംശുമാരി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരമാങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതേത് മുറിച്ചു കളഞ്ഞതാ. ചൊല്ലിനാരാശ സൗമിത്രി തന്നോടവൻ കണ്ടതിനും മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളുകല്ലായിൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ.
യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും 10 ബാണവും വായുപുത്രനെ ഏൽപ്പിച്ചു. സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തുവാൻ അരവീരനുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാൻ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം വൃതാരജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതും നക്തഞ്ചരനും സുമിത്രാതനേനും ഭാരമടുത്തഞ്ച് ബാണം പ്രയോഗിച്ചു. തേരും പൊടിച്ച് കുതിരകളെ കൊന്ന് സാരഥി തന്റെ തലയും മുറിച്ചതിസാരമായ ഒരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മുമ്പേ ഇത് മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റമെടുത്ത് ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുകതേരും കൂട്ടി വിദ്രുതം വന്നിതോ രാവണപുത്രന്മാരും അറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൂരു സാരസംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകുകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു. വൃഷം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്ന് കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചാനത് എന്നും പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണിതന്നുടെ രാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൻ. പുഷ്പങ്ങളും വരിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങിയത ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പൊഴുന്നു തുടങ്ങിനാർ. തപസന്മാരും ഗഗനചരന്മാരും ദുന്ദുബീനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശി വിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ട് ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. കടമായ ലിംഗനം ചെയ്ത് രാഘവനോട് മോദം മുകർന്നീടിനാൻ മൂർധിനി. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണീ യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാലറിയ നീ ക്രുദ്ധനായ നമ്മോട് യുദ്ധത്തിനായി വരും. പുത്രശോകത്താലിനീ ദശഗ്രീവനും. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടോരു രാവണൻ വീണിത് ഭൂമിയിൽ മോഹം കലർന്ന ദീക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. കുമാരാമണ്ഡോദരീ നന്ദന ഹാഹാ സുകുമാര വീരാമനോഹര മൽക്കർമ്മദോഷങ്ങൾ എന്ത് ചൊല്ലാവതും ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കോ ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതും നമ്മയും പേടിയില്ലാർക്കും ഇനി മമജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്ത് കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നുടെ കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഓങ്ങിച്ചിരിച്ചലറിത്തത്ത നിർഗമിച്ചീടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ട് ഭീതിയായ എത്രയും വേപദഗാത്രിയായി രാമരാമീതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ ബുദ്ധിമാനായ സുഭാർശൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്തവാൻ
രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലൻ എന്ന് ജഗത്രേ സമ്മതം താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കുങ്കിൽ ഗുഹനുമനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനല്ലോ ഭവൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവൃന്ദനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാജിതേന്ദ്രിയൻ വേദവിദ്യാവൃതസ്ഥാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കേ ഭവാൻ എന്ന് യുദ്ധാന്തരേ നിന്ന് നന്നിത്രയും ഓർത്ത് കൽപ്പിച്ചതും സ്ത്രീപദമാകിയ കർമ്മത്തിനാശ നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം രാത്രിയും ചരേന്ദ്ര പ്രവര പ്രഭോ മയാസാർദ്ധം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകീ ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപം ദൂര നീക്കിയിടുക. നീതിമാനായ സുഭാഷൻ പറഞ്ഞത് യാതൊനാധിപൻ കേട്ട് സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയാമന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി കൃഷ്ണരോഷം പുറപ്പെട്ടിരുന്നു പോരിനായി ചെന്നു. രക്ഷോപരം രാമനോടേറ്റുള്ളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും മന്നവൻ തന്നോട് നിർത്തിരു. രാവണൻ നിന്നു ചെയ്താനഭേദമായ നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെ എയ്തു. പിന്നെ വാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞ് തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനൻ. പോരുമിനിമമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്ന് ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരനുമർക്കാന്നയോത്ഭൂതനാകിയ രാമനുമൊക്കെ ഒരുമിച്ച് വാരാനിധിയും കടന്നിക്കര വന്ന് ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനേയാകിയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായത് സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാലി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾക്കും പ്രകാരമതി രഹസ്യസ്ഥലേ ചെന്നിരുന്നാശനി ഹോമം തുടങ്ങുക വന്നുകൂടും ചെയ്യുമെന്നാൽ നിനക്കടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്ന അഖിലഗ്നികുണ്ഡത്തിങ്കിൽ നിന്ന് പുറപ്പെടുമാണത് ഉണീര ചാപാശരധാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകന്നോട് സാധനം അന്തരമെന്നീ ഹോമം കഴിക്ക. നീ ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോ. ഗണാധിപനാകിയ രാവണൻ പന്നകരോഗ സമാനമായി തീർത്തിതോ തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഹവ്യഗവ്യാദി ഹോമായ സദാദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം ബുക്ക് ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ട് രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിയിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും ഹാരണി. ഹോമം മുടക്കുവാനായി ചീടുക സാമോദമാശ കവികുലവീരരി. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗാദികളൊക്കെവേ 100 കോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങ് രാവണ മന്ദിരം ബുക്കു. പുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരരെ ഒരുമിച്ചനാകുലം വാരണവാചീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽസരമനിജ കരസംജ്ഞയാ സൂചിച്ചിതു. ദശഗ്രീവ ഹോമസ്ഥലം ഹോമഗുഹാദ്വാരബന്ധന ഭോഭാഷാണ മാമയഹീനം
ഒടിപ്പെടുത്തങ്കതന്തത്ര ഗുഹയിലകം ബുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവர்களுം അങ്കതനാൽ തെറ്റെന്ന് ചെന്ന് ഗുഹയിലിറങ്ങിനാൻ. കണ്ണുമടച്ചുടൻ താനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരർ താണ്ടിച്ച് വൃദ്ധജനങ്ങളെ പേടിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു കണ്ടിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാസ്രവം പാവനി ശീഘ്രം പിടിച്ചു വരച്ചുടൻ താണ്ഡനം ചെയ്താനത് കണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാൻ. ഏറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല. മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡലമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്ത്രസ്തനായി കഞ്ചുകഹീനനായി വിത്രസ്തനായി വിലാപം തുടങ്ങിയിടിനാൻ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തതോ ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസീശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലായിട്ടാശു കവിവരൻ എന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാലിലിഴയ്ക്കുന്നത് കണ്ടിരിപ്പത് പോരേ പരിഭവമോർക്കിൽ ജലമതി. എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും അന്തർഗതം ഇനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ വലിയ സീമാനസേ വിധി വൈഭവമെത്രയും അത്ഭുതം. അർദ്ധം പുരുഷന് ഭാര്യയല്ലോ ഭവിശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തത് കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിൽ ഇവന് തൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഹലൻ. ഭാര്യാവിലാദമങ്ങൾ കേട്ട് ദശാനന് ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അങ്കദൻ തന്നോടെടുത്താനത് കണ്ടതുങ്ക ശരീരികളായി കവികളും രാത്രീശ്വര പത്നിയും ചാർത്ത് വിളിച്ചു പുറത്തു പോന്നിടിനാൻ. ഹോമശേഷം മുടക്കി വയമെന്നു രമാന്തിയെ ചെന്നു കൈതൊഴുതിയിടിനാൻ. മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ശാസനം ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യാശോകം കളഞ്ഞിതൂന്നി. ജ്ഞാനവിനാശനം ശോകമറിയനി. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളല്ലേ വിശ്വാസവും. പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക സംസാരവും അത് കാരണം ശോകഭയക്രോധലോപമോഹ സ്പൃഹാരകാശാദി ജരാമൃത്യു ജന്മങ്ങൾ അജ്ഞാന ജനങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകനീ. ജ്ഞാനസ്വരൂപാത്മന പരനദ്വൈനാനന്ദ പൂർണ്ണസ്വരൂപനടീപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടനാത്മനീ ശോകം കളകനീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നീടുവൻ. അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലോ ഒരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യിൽ സീതയെ കൊന്നുകളഞ്ഞുടനോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്കനീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വിഗ്രഹിച്ചത് കേട്ടുമുണ്ടോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്ന് ധരിക്കനി. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവകൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജനശ്രുതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേ പുരാഘോരമാമന്തരം പൃഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നുമനിടം
തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും ഘോരനായ ഒരു ഹിരണ്യകശിപുത്രൻ മാരിടം കൈനഖം കൊണ്ട് പിളർന്നതും 3 അടി മണ്ണ് ബലിയോട് യാചിച്ച് 3 ലോകവും 3 അടിയായി ഇളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമം ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡ വംശീയ ദശരഥപുത്രനായി ധാത്രി സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്ന് പിറന്നതുമെന്ന് ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭേ കട്ടുകൊണ്ടുപോന്നു വൃഥ. നിർലജ്ജനാകയാൽ മൂഢാജളപ്രഭു വൈദേഹിയെ കൊടുത്തിടുക രാമനും സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനെ കാനനം വാഴ്തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടു ഒരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്രാമാതി സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായ കാരനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് നിർത്തി യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവാൻ. യുദ്ധം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ട് ബിധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിന് തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ച് 10 കഴുത്തനെ കുപ്പി പുറപ്പെട്ട വാരിധി പോലെ വരുന്നത് മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും വീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ നിങ്ങൾ ഇവരോടും മാനം നടിച്ചു ചെല്ലാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുകവരും എന്നരുൾ ചെയ്ത് നിശാചരസേനയെ ചെന്ന് ചാടിയിടിനാനേകനാം ഈശ്വരൻ. ചപവാണങ്ങളും കൈകൊണ്ട് രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിന് രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും എന്തോരു വൈഭവം നേരം. എന്നോട് തന്നെ പോരുന്നിതു രാഘവനെന്ന് തോന്നി രജനീശ്വരന്മാർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുധനാവലിയൊരു രഘുത്തമൻ അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതല്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങളും നിറഞ്ഞതേതുമേതരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണും മരിച്ചു നിറഞ്ഞിതോ പോർക്കളും കാളിയും കുട്ടികളും കബന്ധങ്ങളും കാളിനീ ശിരീനിയും പിശാചങ്ങളും നായും നരികളും കഴുകുകൾ കാക്കകൾ പേയും പെരുത്തു ഭയങ്കരമാവണ്ണം രാമചാപത്തിൻ മണിതൻ നിദാനവും വ്യോമമാർഗേ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികൾ ആനന്ദപൂർവകം 12 നാഴിക കൊണ്ട് നിശാചരൻ മേദിനി തന്നിൽ വീണിടിനാരക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാവണൻ തന്നെയും കാണായിതം നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനം നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തി കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ട് ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനത് നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദരാനന്ദനാമല്ലഭ നാഥ നമുക്കവലംബനമാരയോ. വൃദ്ധയായേറ്റം വിരൂപമായുള്ള ഒരു നക്തഞ്ജരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നത് മറ്റമില്ല കാരണം.
ശൂർപ്പണയ്ക്കെന്ത് കുറ്റമതിൽ പരം പേരുമാളല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശുകൂലം മുടിച്ചാനൊരു മൂഢൻ മഹാഭാവിരാവണൻ അർത്ഥപ്രഹരണ മാത്രമേണ ഘരാതിയെ യുദ്ധേ വധിച്ചതും വൃദ്ധാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കിലുണ്ടാവൂ സിദ്ധമല്ലായികയിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചില്ലാനിതു തൻ മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാധ്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ട് താൻ വല്യമ്മ ചെയ്തതും എല്ലാം മറന്നിരോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മര്യാദ മുടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചീടിനാൻ കശ്മലൻ അർദ്ധമന്യായേന നിത്യമാർജിക്കുകയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ എടുക്കുകയും പാരം ഗുരുജനദോഷവും ഉണ്ടിവനാരെയുമില്ല കൃപയും ഒരിക്കലും ഈ മഹാഭാവി ചെയ്ത ഒരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാകീനാനിവൻ ഇതംപുര സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നർത്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർദ്ധനായ ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശ പുറപ്പെടുകെങ്കിൽ നാം എന്നത് കേട്ട് വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ട് ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങിനാരേറ്റവും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയിൽ സ്വഭാവ കരോമി സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി സർവം നാരായണായി സമർപ്പയാമി ഹരി ഓം.